Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ചെറിയ മോൺസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായി തല്ലി തല്ലി കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനാണെങ്കിൽ ആ മോൺസ്റ്ററിനോട് ബഗ് ചെയ്യും. പക്ഷേ ആ മോൺസ്റ്ററിനാണെങ്കിൽ ഗോഹാന്റെ ഫുൾ പവർ അത് കാണണം. അവൻ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ആ കുഞ്ഞൻ മോൺസ്റ്റേഴ്സിനോട് നമ്മുടെ ആൾക്കാരെ കൊല്ലാനായിട്ട് പറയും. അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തല്ലി തല്ലി കൊല്ലുന്നത് കണ്ട ഗോഹാന്റെ കൺട്രോൾ പോവും. അവനാണെങ്കിൽ ഇപ്പൊ ആ മോൺസ്റ്റർ ഫോമിലേക്ക് പോയി അവന്റെ കൺട്രോൾ കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പവർ കണ്ട് എല്ലാവരും ഞെട്ടും. ഗോകുവിനാണെങ്കിൽ സന്തോഷാവും. ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഈറ്റിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ കുഞ്ഞൻ മോൺസ്റ്റേഴ്സിനോട് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ പറയും. അവറ്റകളാണെങ്കിൽ ഗോകുവിനെയും വെജീറ്റയും ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോഹാൻ അവന്റെ ദേഷ്യവും അരിശവും ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവന്റെ പവർ അങ്ങനെ അതിന്മടങ്ങായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അത് കണ്ട് വെജീറ്റയും ആ ഒക്കെ തന്നെ ഞെട്ടും. ഓനോ, ഞാൻ കരുതിയതിലും വളരെ വേഗത്തിലാണ് ഇവന്റെ പവർ അത് കൂടിക്കൊണ്ടേയിരിക്കുന്നതെന്ന് പറയും. അടുത്ത നിമിഷം ഗോഹാന്റെ പവർ അതങ്ങനെ പ്രവഹിച്ച് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ദൂരേക്ക് തെറിച്ചു പോവാണ്. ആ കണക്ടിവിറ്റി ഒക്കെ കട്ടായി. അത്രയും നേരം ആ ഒരു ഫൈറ്റിംഗ് സ്കാനൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചാനൽ കട്ടാവുകയാണ്. ചീച്ചിയാണെങ്കിൽ അത് കാണേണ്ട താമസം ബോധം കെട്ട് താഴേക്ക് വീഴും. അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും തലയുയർത്തി നോക്കും. ഗോഹാനാണെങ്കിൽ അവന്റെ ഫുൾ പവറിലേക്ക് വന്നിരിക്കുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ ആദ്യം ഒന്ന് ഭയപ്പെട്ട് നിൽക്കുമെങ്കിലും അവൻ അടുത്ത നിമിഷം ടെററായിട്ട് ചിരിക്കും. ഇതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഗോഹാനാണെങ്കിൽ പല്ല് കട്ടിക്കും. നീ എന്റെ കോപത്തിന്റെ ഉച്ചയിൽ എന്നെ എത്തിച്ചു. എന്റെ ഫുൾ പവറും നീ റിലീസ് ചെയ്യിപ്പിച്ചു. അത് കേട്ട് ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇനിയാണ് യഥാർത്ഥ പോരാട്ടം എന്ന് പറഞ്ഞ് ആ സെൻസുബീൻ അവന്റെ കയ്യിലെടുക്കുകയാണ്. ഞൊട്ടിയിടയില് നമ്മുടെ ഗോഹാൻ അവൻ ആ സെൻസുബീൻ തട്ടിയെടുക്കും. ഓനോ, നിനക്കെങ്ങനെ അത് എടുക്കാൻ കഴിഞ്ഞു? ഇത്ര വേഗം നീ എങ്ങനെ അത് സ്വന്തമാക്കിയും ചോദിക്കും. ഗോഹാനാണെങ്കിൽ കുഞ്ഞൻ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് ഒരൊറ്റ അടിക്ക് അതിനെ തകർത്ത് കളയാണ്. വെജീറ്റ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഓനോ, ഇത്രയും വലിയ ശല്യമായിരുന്ന ആ മോൺസ്റ്റർ കുഞ്ഞിനെ ഒറ്റയടിക്ക് അവൻ ഇല്ലാതാക്കിയോ? ഹീറോ പയ്യനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഫ്രീസ് ആവും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു ഗോഹാനെ കൊണ്ട് ഇത് പറ്റുമെന്ന്. ഗോകു ആണെങ്കിൽ ഇപ്പൊ അത്രയും പറഞ്ഞ് സമാധാനിപ്പിക്കും. ഗോകു ആണെങ്കിൽ അത്രയും പറഞ്ഞ് ഇവിടെ സമാധാനിപ്പിക്കും. വെജീറ്റയ്ക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഞെട്ടും. ഇവിടെ നമ്മുടെ ചെക്കൻ അവനാണെങ്കിൽ മുത്തപ്പന്റെ അടുത്തേക്ക് അങ്ങനെ കടന്നു വരികയാണ്. ജൂനിയർ ആയിട്ടുള്ള 2 മോൺസ്റ്റേഴ്സ് അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഗോഹാന്റെ പവർ സെൻസ് ചെയ്ത് ഭയപ്പെടും. ഒരു മോൺസ്റ്റർ കുഞ്ഞാണെങ്കിൽ ഗോഹാനെ കാണുമ്പോൾ തന്നെ ഭയം കൊണ്ട് ദൂരേക്ക് ഓടുകയാണ്. മറ്റൊരു മോൺസ്റ്റർ ഇപ്പൊ മൊട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോഹാൻ ആണെങ്കിൽ അവന്റെ കൈ നീട്ടുകയാണ്. മൊട്ടപ്പൻ വിളിച്ചു പറയും, ഗോഹാൻ, നീ എന്നെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല, ഇവറ്റകളെ കൊന്നുകള. ഗോഹാന്റെ പവർ കണ്ട് ഭയപ്പെട്ട് ആ കുഞ്ഞൻ മോൺസ്റ്ററും ഇപ്പൊ മൊട്ടപ്പനെ താഴേക്കിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് ഗോഹാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. മൊട്ടപ്പനുമായിട്ട് ഹായ് ആയിട്ട് നിൽക്കുന്ന ഗോഹാനെ കണ്ട് അവൻ ഭയപ്പെടും. സെക്കൻഡുകൾക്കുള്ളിൽ ഗോഹാനാണെങ്കിൽ മൊട്ടപ്പനെ പിക്കലോ ഏൽപ്പിച്ച് ആ മോൺസ്റ്റർ കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലും. ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. വെജീറ്റയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഗോഹാൻ ഇപ്പൊ പതിയെ ആ മെയിൻ മോൺസ്റ്റർ അടുത്തേക്ക് വരും. ഇവന്റെ ദേഷ്യം അത് ഞാൻ കുറച്ച് കണ്ടു. ഇവന്റെ പവർ വളരെ വലുതാണ്. ഗോഹാൻ ആണെങ്കിൽ ആ മോൺസ്റ്റർ കുഞ്ഞുങ്ങളെ അവറ്റകളെ ഒന്നൊന്നായിട്ട് അങ്ങനെ തല്ലിക്കൊല്ലുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പോൾ ഗോകുവിനെ പിടിച്ചുയർത്തും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് ഗോകു പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്നെ വിശ്വാസമായില്ലേ? അവൻ ഓരോരോ മോൺസ്റ്റർ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇല്ലാതാക്കുകയാണ്. ആ മെയിൻ മോൺസ്റ്ററിനെയും അവൻ ഇല്ലാതാക്കും. അത് കേട്ട് പിക്കലോ അവൻ പല്ല് കടിക്കും. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ ആ സെൻസുബീൻ സഞ്ചി അത് മുകളിലേക്ക് എറിഞ്ഞ് മോൺസ്റ്റർ കുഞ്ഞുങ്ങളെല്ലാം അറഞ്ചും പുറഞ്ച് ഇടിച്ചിടിച്ച് താഴേക്കിടും. അതേസമയം ഇവിടെ ആങ്കറിനെ കാണിക്കും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, വലിയൊരു ട്വിസ്റ്റ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കൊച്ചു പയ്യൻ മോൺസ്റ്റേഴ്സുകളെ കൊല്ലുകയാണ്. ക്യാമറമാൻ, ആ ക്യാമറ അത് വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ അത് തട്ടിക്കൊണ്ടേ ഇരിക്കാനായിട്ട് പറയും. ഇവിടെ സൈറ്റാൻ ആണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓനോ, ഇത്രയും കാലവും ഞാനായിരുന്നു ഈ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന പോരാളി. ഇപ്പൊ ഞാൻ പരാജിതനായി ഈ പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. അതേസമയം ഇവിടെ ചീച്ചിയാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഈ സിഗ്നലിന് എന്ത് പറ്റി? എനിക്കിപ്പോ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്റെ മകൻ ഗോഹാന് അവൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ ആ ഗോകുവിനോട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞതാണ് എന്റെ മകനെ ഫൈറ്റ് ചെയ്യാൻ അയക്കാൻ പാടില്ല എന്ന്. അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റ് അത് ഉറപ്പായാലും ഞാൻ അവന് കൊടുക്കും. അതിന് ഓക്സ് കിങ് ആണെങ്കിൽ അവളോട് പറയും, നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ ടിവിയെ നോക്കി ചീത്ത പറയേണ്ട കാര്യമില്ല. നമ്മളെ എല്ലാവരെയും ചെയ്യാനാണ് അവരവരുടെ ലൈഫ് പോലും നോക്കാതെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നീ അത് കണ്ടില്ലേ? ഗോഹാൻ ഇപ്പോ ഒരു കൊച്ചു പയ്യനല്ല, ഒരു പോരാളിയാണ്. ലാസ്റ്റ് ടൈം അവൻ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ചാൻസ് അത് മിസ്സാക്കില്ലായിരുന്നു. വെറുതെ അവരെ
ദേഷ്യപ്പെട്ട് ശപിക്കുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ഈ ബോക്സ് കിങ് ആണെങ്കിൽ അവളുടെ തോളിൽ തട്ടും. അടുത്ത നിമിഷം അവൾ ടെററായിട്ട് ചാടി എഴുന്നേൽക്കും. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവനൊരു തെരുവ് ഗുണ്ടയാക്കി മാറ്റിയത്. നല്ലൊരു ഫൈറ്റർ ആണെന്നുള്ള കാര്യം അവന്റെ പ്രോഗ്രസ് കാർഡിൽ അതിൽ ചേർക്കാൻ പറ്റുമോ? അവന്റെ ഹോംവർക്ക് അത് നിങ്ങൾ ചെയ്യുമെന്നൊക്കെ ചോദിച്ച് അവളാണെങ്കിൽ TV ഉയർത്തിയെടുത്ത് വലിച്ചെറിയും. അതിനുശേഷം ഉണ്ടായിരുന്ന ഓരോരോ സാധനങ്ങൾ തല്ലി പൊട്ടിച്ച് അവസാനം അവളുടെ സ്വന്തം അച്ഛൻ ഓക്സ് കിങ്ങിനെ പോലും പുറത്തേക്ക് അങ്ങനെ തൂക്കിയെടുത്ത് എറിയാണ്. എന്റെ മകനെ അവനൊരു ഗുണ്ടയാക്കി മാറ്റി. ഒരു കാരണവശാലും ഗോകുവിനോട് ക്ഷമിക്കില്ല. അവനൊരു നല്ല സ്റ്റുഡന്റ് ആയിരുന്നു, നല്ല മാർക്ക് വാങ്ങി നല്ല ജോലി വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്റെ ഗോഹാനെ വെറും ഒരു ട്രാക്ക് ഗോകു മാറ്റി. എനിക്കിത് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ആ കുഞ്ഞൻ മോൺസ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ വീണ്ടും ഗോഹാനെ നേരെ റൗണ്ട് ചെയ്ത് അവറ്റകളുടെ പവറൊക്കെ കമ്പൈൻ ചെയ്ത് ഗോഹാനെ അറ്റാക്ക് ചെയ്യും. അവിടെയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിയിൽ ഗോഹാൻ തകർന്നു എന്ന് കരുതും. പക്ഷെ അവർക്ക് എല്ലാവർക്കും വലിയൊരു വെല്ലുവിളി കൊടുത്ത് ഗോഹാനാണെങ്കിൽ പാറ പോലെ ഒരു പോറല് പോലും പറ്റാൻ നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഗോഹാന്റെ പവർ അതങ്ങനെ പുറത്തേക്ക് വരെ ഗോഹാൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെക്കൻഡുകൾ കൊണ്ട് അവറ്റകളെ എല്ലാം അവൻ തല്ലിക്കൊല്ലും. ഗോകു ആണെങ്കിൽ പിക്കലോട് പറയും ആ മോൺസ്റ്ററും കാത്തിരുന്നത് അവന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. പക്ഷെ ഗോഹാൻ ഇത്രയും പവർ ഉണ്ടായിരിക്കുമെന്ന് അവനും കരുതിയിട്ടുണ്ടാവില്ല. ഇവിടെ അവനാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സെൻസ് ബീൻ കിഴി അത് സൂപ്പർ ഹീറോ പയ്യന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം അവൻ ആ മോൺസ്റ്ററിന് അടുത്തേക്ക് വരും. ഗോഹാനെ കാണുമ്പോൾ ഇപ്പൊ ആ മോൺസ്റ്ററിനും ഒരുപാട് ഭയം തോന്നും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഇപ്പൊ വളരെ വേഗത്തിൽ മുട്ടപ്പന്റെ അടുത്തേക്ക് വരും. മുട്ടപ്പ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് അവനാണെങ്കിൽ മുട്ടപ്പനെ ചെക്ക് ചെയ്യും. അവൻ ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. സോ ആ സെൻസ് ബീൻ പയർ ആണെങ്കിൽ മുട്ടപ്പന്റെ വായിലേക്ക് ഇട്ട് കൊടുത്ത് അടുത്തായിട്ട് ഹാൻസം ബോയ്ക്കും അത് കൊടുക്കും. മുട്ടപ്പനാണെങ്കിൽ പതിയെ എഴുന്നേക്കും. ഗോഹാൻ അവൻ എവിടെ, അവൻ എന്താ സംഭവിച്ചേ? അതിന് സൂപ്പർ ഹീറോ പയ്യൻ പറയും അവൻ പഴയ ഗോഹാനല്ല, അവനിപ്പോ ഭയങ്കര പവറാണ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻ ഫൈറ്റ് ചെയ്യാണ്. ആ കുഞ്ഞൻ മോൺസ്റ്റേഴ്സുകളെ എല്ലാം തന്നെ അവൻ തവിട് പൊടിയാക്കി. ഉടനെ മുട്ടപ്പനും ബാക്കിയുള്ളവരും ഗോഹാനെ നോക്കും. അവനാണെങ്കിൽ ടെററായി ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ മുട്ടപ്പനോടും ടീമിനോടും പറയും നിങ്ങൾ സേഫായ സ്ഥലത്തേക്ക് മാറി നിൽക്കണം. നടക്കാൻ പോകുന്നത് വലിയൊരു പോരാട്ടമാണ്. ഞാൻ ഈ സെൻസ് ബീൻ പയർ അത് ഗോകുവിനും പിക്കലോയ്ക്കും കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകും. ഇവിടെ ആ മോൺസ്റ്ററും ഗോഹാനും അവർ രണ്ടുപേരും മുമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാന്റെ പവർ കണ്ട് ഞെട്ടും. നിനക്ക് ഇത്രയും സ്പീഡോ, വളരെ വേഗത്തിൽ നീ എന്റെ അറ്റാക്കിൽ നിന്ന് മൂവ് ചെയ്ത് മാറുകയാണ്. ഇവിടെ ബീൻ പയർ കഴിച്ച് പിക്കലോയും ഗോകുവും അവരുടെ പവർ തിരികെ പിടിക്കും. പിക്കലോ ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും നീ അവനുമായിട്ട് ട്രെയിനിങ് എടുത്തപ്പോൾ തന്നെ അവന്റെ പവർ നിനക്ക് മനസ്സിലായിരുന്നു അല്ലേ? പക്ഷേ എനിക്കൊരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട്, എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഫൈറ്റ് ചെയ്യാൻ നീ അവനെ പറഞ്ഞു വിടാഞ്ഞത്? ഗോകു ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. ഇവിടെ ഗോഹാനും ആ മോൺസ്റ്ററും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ആങ്കർ ആൻഡ് ടീമുള്ള ഭാഗത്തേക്ക് വരികയാണ്. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും ഈ നടക്കുന്നത് ഞെട്ടിക്കുന്ന പോരാട്ടമാണ്. ആ പയ്യനും മോൺസ്റ്ററും തമ്മിലുള്ള ഫൈറ്റ് അത് ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്യാമറമാൻ ആണെങ്കിൽ വണ്ടർ അടിക്കും ആളുടെ മൈക്ക് എവിടെയെന്ന് ക്യാമറമാൻ ചോദിക്കും. അതേസമയം TV-യിൽ ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാവരും ഇപ്പൊ വണ്ടർ അടിച്ച് പരസ്പരം നോക്കുകയാണ്. സത്യത്തിൽ എങ്ങനെയാണ് ആ സിഗ്നൽ കട്ടായത്? ഇത് ലോകത്തിന്റെ അവസാനമായിരിക്കോ? ആരായിരിക്കും ഫൈറ്റിൽ ജയിക്കാന്നൊക്കെ ചോദിക്കും. ഇവിടെ ഇറ്റാന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഫൈറ്റ് നടക്കുന്ന അവരുടെ രണ്ടുപേരുടെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഗോഹാനും മോൺസ്റ്ററും ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ എല്ലാവരെയും തകർക്കാനായിട്ട് അവിടെ ആഞ്ഞു പഞ്ച് ചെയ്യും. ആ ഗ്യാപ്പിൽ ഗോഹാൻ ആണെങ്കിൽ അവരെല്ലാവരെയും തൂക്കിയെടുത്ത് സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വീണ്ടും ആ മോൺസ്റ്ററിനെ ടെററായി നോക്കി അവന്റെ അടുത്തേക്ക് കടന്നു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.